അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അങ്ങനെ വിളക്കുകളെല്ലാം കൊളുത്തി ദർശനവും കഴിഞ്ഞ് ആണ് ഞങ്ങൾ തലേ ദിവസം വന്ന് ദേവിയെ തൊഴുത് ദർശനമെല്ലാം ചെയ്ത് അതിനുശേഷം പിറ്റേ ദിവസം ഞങ്ങൾ പൊങ്കാല ഇടാനായിട്ട് വന്നു. അപ്പോൾ ഭയങ്കര തിരക്കാണ് അടുത്തൊക്കെ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അതിൻ്റെ ഓരോരം പറ്റി തിരക്കില്ലാത്തൊരു സ്ഥലം നോക്കി കണ്ടുപിടിച്ച് ഞങ്ങൾ അവിടെ ഞങ്ങളെല്ലാവരും ഇത്തവണ എല്ലാവരും വേറെ വേറെ സ്ഥലങ്ങളിലായിപ്പോയി കേട്ടോ. പലരും പല സ്ഥലങ്ങളിലായിട്ടാണ് ഇരുന്നത്. അപ്പോൾ ഓരോരുത്തർ ബുക്ക് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് കല്ല് വെച്ചിട്ട് ഓരോരുത്തർ നേരത്തെ തന്നെ ബുക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ കുറേ തിരക്കുകളിൽ നിന്ന് ഒഴിവായിട്ടാണ് ഞങ്ങളുടെ സ്ഥലം കണ്ടുപിടിച്ചത്. അപ്പം രാവിലെ അമ്പലത്തിലേക്ക് പോയി വന്ന് ഏകദേശം ആകാശം നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പം ഒരു തണൽ പറ്റി, ഓരം പറ്റി ഞങ്ങൾ അടുപ്പ് പൊങ്കാലയ്ക്കുള്ള അടുപ്പ് കൂട്ടി. അങ്ങനെ എൻ്റെ അനിയത്തി കുറച്ച് ദൂരെ മാറിപ്പോയി നിന്നു കേട്ടോ. അവിടെയെല്ലാം അവളടുത്ത് നിൽക്കാൻ പോയപ്പോൾ ആൾക്കാർ പറഞ്ഞു അവിടെയെല്ലാം ബുക്കിങ്ങാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവൾ കുറച്ച് നീങ്ങിയിട്ട് പോയി നിന്നു. പക്ഷേ അവൾ പൊങ്കാല ഇട്ട് തുടങ്ങിയിട്ടും അവിടെയൊന്നും ആൾക്കാർ വന്നിട്ടില്ല അതുവരയ്ക്കും. എല്ലാവരും ബുക്ക് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. അങ്ങനെ കുറച്ച് തിരക്കിൽ നിന്ന് കുറച്ച് അകത്തേക്കായിട്ടുള്ളൊരു വഴിയിലാണ് അത്. അപ്പം അരി പൊങ്കാല അടുപ്പ് കത്തിച്ച് 3 പ്രാവശ്യം ഒഴിഞ്ഞ് ദക്ഷിണയെല്ലാം വെച്ച് ഭഗവാന് ഗണപതിക്ക് നീതിയെല്ലാം വെച്ച് അരി അടുപ്പത്തിട്ടു. പൊങ്കാല കുരവയിടുക കേട്ടോ. അപ്പം എന്നിട്ടും തിരുവനന്തപുരത്ത് ഇത്രയും തിരക്കൊഴിഞ്ഞിട്ട് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടു കാണുമോ തിരക്കില്ലാതെ ഈ പൊങ്കാലയ്ക്ക് ഇത്രയും നല്ല സുഖമായിട്ട് അവൾ നിന്ന് പൊങ്കാല ഇടുകയാണ്. അപ്പം ആദ്യം അവരുടെയൊക്കെ ബുക്ക് ചെയ്യാതൊക്കെ പറഞ്ഞു കേട്ടോ, ആൾക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത്രയും നേരമായിട്ടും പൊങ്കാലയുടെ ഇത് തുടങ്ങിയിട്ടും ആൾക്കാർ വന്നില്ല. അതെ ഇവിടെ ഇങ്ങനെ കാലിയായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാണുന്ന അധികം ആൾക്കാരില്ലാതെ ഇങ്ങനെ ഒരു ഇത്. പക്ഷേ അങ്ങ് മറ്റുള്ള റോഡുകളിലൊക്കെ ഭയങ്കര തിരക്കാട്ടോ അങ്ങനെ. ഇപ്പം അനിയത്തി മാത്രമായിട്ട് ഒറ്റയ്ക്കായിട്ട് മാറി നിന്നിട്ട് ഒക്കെ ഞങ്ങളെല്ലാം വേറെ സൈഡിലായിരുന്നു. അപ്പം ഇങ്ങനെ പൊങ്കാല അടുപ്പിലായി അരി തിളച്ചു വീണു. ഇത് എൻ്റെ അനിയൻ്റെ വീട്ടിലാണ് കേട്ടോ. അനിയൻ്റെ വീട്ടിൽ എൻ്റെ അനിയത്തി ആണ് അരി ഇടുന്നത്. അവർ വീട്ടിൽ തന്നെയാണ് ആക്കിയത്. 3 പ്രാവശ്യം ഇങ്ങനെ ഒഴിഞ്ഞ് ദേവിയെ ധ്യാനിച്ച് പൊങ്കാല അടുപ്പിൽ അരിയിട്ടു. ഇത് വഴിയിൽ കുറച്ച് ഇതൊക്കെ ഞാൻ എടുത്തു. അങ്ങനെ കുറച്ചുകൂടെ അങ്ങനെ തിരക്കിൽ നമുക്ക് പോകാൻ പറ്റില്ലായിരുന്നു, അത്രയ്ക്ക് തിരക്കാണ്. മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ പറയാൻ പറ്റാത്ത അത്ര തിരക്കാണ്. ഇവിടെ ഈ ഭാഗത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ചെങ്കിലും കുറവായിട്ടുള്ള. ഇത് പായസമാണ്. പിന്നെ പായസം ഉണ്ടാക്കും, ചിലർ അപ്പം ഉണ്ടാക്കും അങ്ങനെ. അപ്പം ഒരുമാതിരി എല്ലാം എല്ലാവരുടെയും വെന്ത് കഴിഞ്ഞ് പൊങ്കാലയെല്ലാം റെഡിയായി. ഇനി തിരുമേനി വന്ന് അത് തളിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ദേവിയോടുള്ള പ്രാർത്ഥനയും ഓരോരുത്തരും പ്രാർത്ഥിച്ച് അവരുടെ കാര്യം കഴിഞ്ഞവരും കാര്യം നടന്നു കിട്ടിയവരും കാര്യം നടക്കാനുള്ളവരും അതിൻ്റെ പ്രാർത്ഥനയായി പൊങ്കാല സമർപ്പിച്ച് മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ അവരവരുടെ വീട്ടിലേക്ക് പോയി അടുത്ത വർഷത്തിനായി